അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനുള്ള മനുഷ്യന് അവൻ്റെ പേരിൽ ഞാൻ സന്തോഷം ഉൾക്കൊള്ളുന്നു. കാരണം അവന് ടെൻഷനില്ല. ഈമാനുള്ള മനുഷ്യന് ടെൻഷനില്ല. അവന് അഹങ്കാരത്തിൻ്റെ രൂപത്തിലുള്ള ആഹ്ലാദവും ഇല്ല. ഏത് സന്തോഷം കൈവന്നാലും അവൻ ആ സന്തോഷം ലഭ്യമാക്കി തന്ന അല്ലാഹുവിനെ അവന് നന്ദി ചെയ്തുകൊണ്ട് ശുക്രിൻ്റെ സൽക്കർമ്മങ്ങൾ ചെയ്യും. ഡോക്ടർമാർ തീരെ മക്കളുണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചവർക്ക് അല്ലാഹു തആല ഒന്നിലധികം മക്കളെ കൊടുത്തതായി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ നാദാപുരം വാണിമേലിൽ തന്നെ ഉണ്ട്. ഡോക്ടർമാർ ജനിച്ചാൽ ശരീരത്തിന് വലിയ വൈകല്യമുണ്ടാകും, അതുകൊണ്ട് കുട്ടിയെ വയറ്റിൽ വെച്ച് കൊന്നുകളയണം എന്ന് ഏതോ ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതിയെപ്പോലെ ഒരു തെറ്റും ചെയ്യാത്ത വയറ്റിലുള്ള ചെറിയ ജീവനുള്ള കുട്ടികളെ കൊന്നുകളയാൻ ഡോക്ടർമാർ നിർദ്ദേശം കൊടുത്തപ്പോൾ അല്ലാഹുവിൻ്റെ മേൽ തവക്കുലാക്കി ദുആഉൽ ഖർബ് ചൊല്ലി യാ മുസവ്വിർ എന്ന അല്ലാഹുവിൻ്റെ പേര് ദിനേന 111 പ്രാവശ്യം ഉച്ചരിച്ച് അതുപോലെ യാസീൻ ഓതി അൽഹംദുലില്ലാഹ് യാതൊരു പോറലും ഇല്ലാതെ പ്രസവിച്ച ഒന്നിലധികം കുട്ടികളെ എൻ്റെ അടുക്കൽ കടമേരിൽ നിന്ന് പോക്കർ ഹാജി കൊണ്ടുവന്നത് ഓർമ്മയുണ്ട്. വേറെ പല സ്ഥലത്തു നിന്നും എനിക്ക് ഓർമ്മയിൽ ഉണ്ട്. പക്ഷേ എന്ത് കിട്ടിയാലും, എത്ര നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള മക്കളെ കിട്ടിയാലും, എന്തു തന്നെ സമ്പത്തുകൾ കുന്നുകൂടിയാലും, എത്ര വലിയ ആരോഗ്യം ഉള്ളവനായാലും, ഏത് സ്വാധീനം ലഭിച്ചാലും മനുഷ്യൻ അഹങ്കാരിയും അഹംഭാവിയും ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നവനും ആകാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ആവില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൽ ലി അംരിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ. എല്ലാ കാര്യങ്ങളും ഈമാനുള്ളവന് ഖൈറാണ്. കാരണം ഇന്ന സാബത്തുഹു സറ ശക്കറ, സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നന്ദി ചെയ്യും, അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ധാരാളം പ്രതിഫലം ലഭിക്കും. വഇന്ന സാബത്തുഹു ദറ സബറ, ഏത് പ്രയാസം വന്നാലും അവൻ അതിൻ്റെ പേരിൽ നെഞ്ഞത്തടിക്കൂല, അതിൻ്റെ പേരിൽ നിലത്ത് വീണുരുളൂല, അതിൻ്റെ പേരിൽ മുടി പറിച്ചിടൂല, മാറ് പറിച്ച് കീറൂല. അവൻ അങ്ങനത്തെ കോപ്പിരാട്ടികളും വെപ്രാളങ്ങളും കാണിക്കൂല. അവൻ ക്ഷമാപൂർവം അള്ളാഹു തന്നതിനെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന നിലക്ക് മനക്കരുത്തോടെ നിൽക്കും. ഫകാന ഖൈറൻ ലഹു, ക്ഷമയുടെ പ്രതിഫലം പറഞ്ഞാൽ തീരാത്ത പ്രതിഫലം. ഇന്നല്ലാഹ മഅ സാബിരീൻ, അല്ലാഹു തആല പറഞ്ഞത് തന്നെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു തആല. അല്ലാഹു ഒരാളെ കൂടെ ഉണ്ടായാൽ പിന്നെ നടക്കാത്ത കാര്യമുണ്ട്. വലിയ പ്രതിഫലം ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകും. ഈ ആശയം പരിശുദ്ധ ഖുർആനോദി ഹദീസുകളിലൂടെ വിവരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഏത് സംഭവം ഭൂമിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും, അതൊന്നും ഇവിടെ പുതിയത് നടക്കുന്നതല്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് മുഴുവനും ഇവിടെ നടപ്പാക്കുന്ന ലോകസൃഷ്ടാവായ നമ്മൾ അത് നടപ്പാക്കുന്നതിന് മുമ്പ് മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. രേഖപ്പെടുത്തിയത് മാത്രം ഇവിടെ നടക്കുകയാണ്, പുതുതായി ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ,
അങ്ങനെ എന്തും നടക്കുന്നതിന് മുമ്പ് തന്നെ അത് രേഖപ്പെടുത്തി വെക്കുന്നതും നടപ്പാക്കുന്നതും അള്ളാഹുവിന് വളരെ എളുപ്പമാണ്, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നിങ്ങളെ എന്തിനാണ് ഈ വിശ്വാസം പഠിപ്പിക്കുന്നത്? ഈ ആശയം നിങ്ങളെ എന്തിനാണ് ഉത്ബോധിപ്പിക്കുന്നത്? അള്ളാഹു പറയാണ്, ലിക്കൈലാ തസൗ അലാ മാ ഫാതക്കും വലാ തഫ്റഹൂ ബിമാ ആതാക്കും. നിങ്ങളാരും തന്നെ എന്ത് നഷ്ടം വന്നാലും എന്ത് സംഭവിച്ചാലും ടെൻഷൻ അടിക്കാൻ പാടില്ല, നിങ്ങൾ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല, അതിൽ ദുഃഖിക്കേണ്ട ഒരു വിഷയവും ഇല്ല. ഒരാളുടെ ചെറിയ കുട്ടി മരിച്ചുപോയി, അത് നേരത്തെ റെക്കോർഡാക്കിയ സംഗതി നടന്നതാണ്, അതിന് ടെൻഷനാകേണ്ട ആവശ്യമില്ല. ഒരാളുടെ ഉറ്റ സ്നേഹിതൻ പെട്ടെന്ന് മരിച്ചുപോയി, അതിലിങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ രേഖപ്പെടുത്തിയ കാര്യം നടന്നതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, ഒരാളുടെ വലിയ കോടീശ്വരനായ മുതലാളി പെട്ടെന്ന് പൊളിഞ്ഞുപോയി, അത് അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യം നടന്നതാണ്. അങ്ങനെ അള്ളാഹു തീരുമാനിച്ച കാര്യമാണ് നടന്നത് എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യന് പിന്നെ മനസ്സിന് ഇങ്ങനെ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന നിലക്ക് ടെൻഷനായിട്ടുള്ള ഒരു രോഗവും ഒരു വെപ്രാളവും മുഅ്മിനായ മനുഷ്യന് ഇല്ല. ലികൈലാ തസൗ അലാ മാ ഫാതക്കും വലാ തഫ്റഹൂ ബിമാ ആതാക്കും. സുബ്ഹാനല്ലാഹ്. ഈമാനില്ലാത്തവൻ അവൻ ഒരു പക്ഷേ ഒരു കളിയിൽ ജയിച്ചാൽ അവൻ ജയിക്കണമെന്നില്ല, അവന് പരിചയമുള്ളവൻ ജയിക്കണമെന്നില്ല. അങ്ങ് ബ്രസീലിൽ നടക്കുന്ന ഒരു കളി, അല്ലെങ്കിൽ ലോകത്ത് ഏതോ രാജ്യത്ത് നടക്കുന്ന ഒരു കളി, ആ കളിയിൽ ഒരു കുടുംബബന്ധവുമില്ല, ഒരു സ്നേഹബന്ധവും ഇല്ല. ഏതോ നാട്ടുകാർ തമ്മിൽ കളിച്ചിട്ട്, ഏതോ കുടുംബത്തിലുള്ളവർ തമ്മിൽ കളിച്ചിട്ട് കളിയിൽ അവിടെ ജയിച്ചാൽ ഇവിടെ വെച്ച് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി ഇവൻ അഹങ്കരിക്കുന്നു, അവൻ ആലോചിക്കുന്നില്ല ഞാനും ഇതുമായിട്ട് എന്താ ബന്ധം. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ ഒരാൾ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു, ജയിച്ചതിൻ്റെ പേരിൽ 5 പൈസ ഈ തുള്ളിച്ചാടുന്നവന് ശമ്പളം കിട്ടൂല, ആ വകയിൽ 5 പൈസ അവന് കിട്ടൂല. ചിലപ്പോൾ അവൻ തന്നെ കഠിനാധ്വാനം ചെയ്ത് പോയി നോക്കിയാൽ അദ്ദേഹത്തിന് വരാൻ സമയം ഉണ്ടാവില്ല, അദ്ദേഹത്തെ ചെന്ന് നോക്കിയാൽ കാണാൻ കിട്ടൂല, ചിലപ്പോൾ അയാളൊരു കത്ത് പോലും ചിലപ്പോൾ കിട്ടൂല, ചിലപ്പോൾ കിട്ടിയെന്നും വരും. പക്ഷേ അതിൻ്റെ പേരിൽ തുള്ളിച്ചാടി അഹങ്കരിച്ച് സുബ്ഹാനല്ലാഹ് വഴി പോകുന്ന യാത്രക്കാരെ പോലും വഴിയിൽ തടഞ്ഞു വെച്ച് വലിയ ആഹ്ലാദം, അഹങ്കാരം. ഇല്ല, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജയിച്ചാലും ശരി, വേറെ ആൾ തോറ്റാലും ശരി, അവൻ തന്നെ ജയിച്ചാലും ശരി, അവൻ തന്നെ തോറ്റാലും ശരി, യാതൊരു പ്രശ്നവുമില്ല. അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യം തീരുമാനിച്ചതുപോലെ നടന്നു. അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യം തീരുമാനിച്ചതുപോലെ നടന്നു. അതിൻ്റെ പേരിൽ ആഹ്ലാദമില്ല, അഹങ്കാരമില്ല. അങ്ങനെ വരുമ്പോൾ വലിയ സമാധാനം ഇത് അനുഭവിക്കുന്ന മനുഷ്യനും അവൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്നവനും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ളവർക്കും, എല്ലാ മതക്കാർക്കും, എല്ലാ വിശ്വാസക്കാർക്കും, എല്ലാ പാർട്ടിക്കാർക്കും, അനുകൂലിക്കും പ്രതികൂലിക്കും എല്ലാവർക്കും വലിയ സമാധാനം. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം, നേരത്തെയുള്ള തീരുമാനം നടന്നു. എത്ര വലിയ സമാധാനത്തിൻ്റെ സന്ദേശമാണിത്. നമ്മളിങ്ങനെ നാവ് കൊണ്ട് സമാധാനം വേണം, സമാധാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം കിട്ടുമോ? സമാധാനത്തിന് വകുപ്പുണ്ടാകണ്ടേ ഇവിടെ? ആരാണിവിടെ സമാധാനം തകർക്കുന്നവർ? ആരാണിവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നവർ? ആരാണ് കുഴപ്പമുണ്ടാക്കുന്നവർ? ഒരിക്കലും ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരാണും പെണ്ണും ബഹളം വെക്കൂല, വെപ്രാളം കാണിക്കൂല. അവർ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കാണിക്കൂല.
അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, ഈമാനുള്ള ആളുകളുടെ വീട്ടിൽ ഒരാൾ പെട്ടെന്നങ്ങ് മരിച്ചു പോയാൽ ഈമാനുള്ള ബാപ്പ, ഈമാനുള്ള ഉമ്മ, ഈമാനുള്ള പെങ്ങൾ, ഈമാനുള്ള ജേഷ്ഠാനുജന്മാർ, കുടുംബക്കാർ, ഈമാനുള്ള ഭർത്താവ്, ഈമാനുള്ള ഭാര്യ, അവർ നിലവിളിച്ച് അട്ടഹസിച്ച് വെപ്രാളം വെക്കൂല. പിന്നെയോ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇദാ സാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് പ്രയാസം അതിനൊക്കെ ചെന്നാൽ അല്ലാഹു തആല പ്രതിഫലം തരും. ആരെങ്കിലും മരിച്ചാൽ ആ വകയിലും ക്ഷമിച്ചാൽ പ്രതിഫലം തരും. നഷ്ടം വന്നാൽ ആ വകയിലും അല്ലാഹു തആല പ്രതിഫലം തരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊക്കെ അല്ലാഹു പ്രതിഫലം തരും. എന്തൊരു സമാധാനമാണ് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഈ വിശ്വാസത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു വെപ്രാളവുമില്ല. നേരെ മറിച്ച് ഒരു യുക്തിവാദി, ഒരു മതവിരോധി, ഒരു അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്നവൻ, അവന് പെട്ടെന്ന് അവൻ്റെ പ്രിയപ്പെട്ട ഒരാൾ അങ്ങ് ജീവൻ പോയി, അല്ലെങ്കിൽ അവന് പെട്ടെന്നൊരു വലിയ നഷ്ടം പറ്റി, അല്ലെങ്കിൽ വലിയൊരു അപകടം പറ്റി, അല്ലെങ്കിൽ വലിയ ഒരു കേസിലോ പരീക്ഷയിലോ അവൻ വിചാരിച്ചതുപോലെ ജയിക്കാതെ തോറ്റ് അമ്പിപ്പോയി. എന്നാൽ അവന് എവിടെ സമാധാനത്തിന് വകുപ്പ്? മൂമിനായ മനുഷ്യർ അല്ലാഹു തആലയുടെ തീരുമാനം അവൻ നടപ്പാക്കി, അതിനെനിക്ക് അല്ലാഹു പ്രതിഫലം തരും എന്ന നല്ല വിശ്വാസത്തിൽ അവൻ സമാധാനം കാണുകയാണ്. അവന് പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് അല്ലാഹു ഇല്ലെന്ന് പറയുന്നൊരു യുക്തിവാദി, അവൻ എന്ത് വിചാരിച്ചിട്ടാ സമാധാനിക്കുക? ഒരു സമാധാനത്തിന് വകുപ്പില്ല. അപ്പോൾ പിന്നെ അവനെന്ത് ചെയ്യും? അവൻ ചിലപ്പോൾ നിലത്ത് കൂടി കുറേ ഉരുണ്ട കൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? കുറേ നെഞ്ഞത്തടിക്കും, നെഞ്ഞത്തടിച്ചുകൊണ്ട് മരിച്ചാൾ തിരിച്ചു വരുമോ? അല്ലെ കുറേ കൂക്ക് കളിക്കും, കൂക്ക് കളിച്ചുകൊണ്ട് നഷ്ടം പെട്ടൊക്കെ തിരിച്ചു വരുമോ? എന്ത് പരിഹാരം ഉണ്ടായി? ഈ യുക്തിവാദിക്ക് സംഭവിച്ച ഈ വിപത്തിൽ അവൻ്റെ യുക്തിവാദം കൊണ്ട് എന്ത് പരിഹാരം ഉണ്ടായി? ഒരു പരിഹാരമില്ല. ടെൻഷൻ മൂത്തിട്ട് ചിലപ്പോൾ തൂങ്ങി മരിച്ചു, അങ്ങനെ ആത്മഹത്യ ചെയ്ത് ജീവൻ പൊക്കി. അല്ലെങ്കിൽ കുറേ കാലം ഇങ്ങനെ ഒരു മാനസിക രോഗിയെ പോലെ ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു മാനസിക രോഗിയെ പോലെ ആയിട്ട് മരവിച്ച് നടന്ന്. അല്ലാതെ ഈ യുക്തിവാദിക്ക് എന്ത് പരിഹാരമാണ് ഈ പ്രശ്നത്തിനുള്ളത്? അതേ സമയത്ത് അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പ്രശ്നവും മനസ്സിൻ്റെ അടിത്തട്ടിൽ തട്ടുന്നില്ല. എല്ലാ വിഷയത്തിലും അവൻ അല്ലാഹുവിൻ്റെ മേൽ തവക്കുലാക്കി. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എനിക്ക് അല്ലാഹു മതി, അല്ലാഹു എന്നെ മതിയാക്കുന്നവനാണ്, എനിക്ക് വേണ്ടതെല്ലാം തരാൻ കഴിവുള്ളവനാണ്, ഇപ്പോൾ എനിക്കുള്ളതെല്ലാം അവൻ തന്നതാണ്. ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ അന്ന് ആരുമല്ല, എന്നെ ആദരിക്കാൻ ആരുമില്ല, എന്നെ അംഗീകരിക്കാൻ ആരുമില്ല, എനിക്കൊന്നിനും കഴിവില്ല. അങ്ങനെയുള്ളൊരു ഘട്ടം എനിക്ക് കുട്ടിക്കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഞാൻ കിടന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തിയവനാണ്. കിട്ടുന്നതെല്ലാം വാരിത്തുന്നിരുന്ന കാലമാണ്. എന്തും വകതിരിവില്ലാതെ ചെയ്തൊരു കാലം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ സ്ഥാനത്തെത്തിച്ചവൻ അല്ലാഹുവാണ്. ഇപ്പോഴും ലോകത്തുണ്ടല്ലോ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ആ കുട്ടിയുടെ അതേ ബുദ്ധി, അതേ രീതി, അതേ ശൈലി, ഒരു പുരോഗതിയും ബ്രെയിനിന് കിട്ടിയില്ല, അതേ ബുദ്ധിക്ക് കിട്ടിയില്ല, പ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടായില്ല, ആരോഗ്യമുണ്ടായില്ല, ചിന്താശക്തി കിട്ടിയില്ല. അങ്ങനെയുള്ള എത്രയോ ജനങ്ങളെ ഞാൻ കാണുന്നുണ്ടല്ലോ. എന്നെ ഇത്രയും എത്തിച്ചത് എൻ്റെ റബ്ബാണല്ലോ. ആ റബ്ബ് എനിക്ക് എന്ത് തന്നാലും അവൻ തരുന്നതിൽ എന്തോ ഒരു ഖൈറ്, എന്തോ ഒരു നന്മ അവൻ എനിക്ക് തരാൻ വെച്ചിട്ടുണ്ടാകും. അവൻ അത്ര വലിയ കാരുണ്യമുള്ള റബ്ബാണല്ലോ.
വയറ്റിൽ വെച്ച് അവൻ എന്നെ പട്ടിണിയാക്കാതെ ഭക്ഷണം തന്നവനാണ്. അവൻ വയറ്റിന്ന് വന്നപ്പോൾ ഉമ്മയുടെ മുലയിൽ എൻ്റെ ഭക്ഷണം വെച്ചവനാണ്. അത് കുടിക്കുമ്പോൾ കടിച്ചു പോകാതിരിക്കാൻ എൻ്റെ വായയിൽ പല്ല് തരാതെ മുല കുടിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നവനാണ്. എനിക്ക് പിന്നീട് കടിച്ചു തിന്നേണ്ട പ്രായമെത്തിയപ്പോൾ കടിക്കാനുള്ള പല്ല് ഫിറ്റ് ചെയ്തവനാണ്. അങ്ങനെ എന്നെ ഘട്ടം ഘട്ടമായി വളർത്തി ഇത്രത്തോളം എത്തിച്ച എൻ്റെ റബ്ബ് എന്നെ കൈയൊഴിക്കൂല. എൻ്റെ റബ്ബ് എന്നോട് അക്രമം ചെയ്യൂല. ഒരു പക്ഷേ അവൻ്റെ തീരുമാനത്തിൽ എനിക്ക് കുറച്ച് ശരീരത്തിനോ മനസ്സിനോ വേദനിക്കുന്ന വല്ലതും അവൻ തന്നെങ്കിൽ അതിനെല്ലാം പകരം വാരിക്കോരി എനിക്കവൻ പ്രതിഫലം തരും. എന്നെ അവൻ വെറുതെ ആക്കൂല. സർവ മുസീബത്തിലും ക്ഷമിച്ചാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ നിന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞുകൊണ്ട് എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച് അല്ലാഹുവിൽ വിശ്വസിച്ച് സമാധാനം കണ്ടെത്തുന്ന മനുഷ്യൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ റബ്ബ് കൊടുക്കുന്നുണ്ട്. വറഹ്മ, അവൻ്റെ പ്രത്യേകമായ മഹത്തായ കാരുണ്യം നൽകുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഖുർആൻ സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞത്. അതിൽ വിശ്വസിച്ച് നീങ്ങുമ്പോൾ അവന് മനക്കരുത്ത് ലഭിച്ചു. അവന് അവൻ്റെ വീട്ടിൽ മരിച്ചവരുടെ പേരിൽ നടത്തുന്ന ഖുർആനോത്തും ദുആയുമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ്റെ ബിസിനസ്സിൽ ഇറങ്ങുന്നതിന് അവനൊരു പ്രശ്നവും തോന്നുന്നില്ല. തൊഴിലെടുക്കുന്നതിന് പ്രശ്നം തോന്നുന്നില്ല. കൃഷി ചെയ്യുന്നതിന് പ്രശ്നം തോന്നുന്നില്ല. പഠിക്കുന്നവന് പഠിക്കുന്നതിന് വിഷമം തോന്നുന്നില്ല. പഠിപ്പിക്കുന്നവന് അധ്യാപനത്തിന് പോകുന്നതിന് വിഷമം തോന്നുന്നില്ല. യാത്ര പോകുന്നവന് അവൻ അതാ ടിക്കറ്റ് എടുത്ത് യാത്ര പോകുന്നതിന് വിഷമമില്ല. ഈ മനുഷ്യൻ്റെ ജീവിതത്തിനൊരു പോറലുമേൽക്കാതെ സമാധാനപരമായ ജീവിതം നയിക്കാൻ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അവന് അതാ പ്രചോദനം നൽകി, കരുത്ത് നൽകി. ഇതല്ലയോ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ഏത് വിഷമമുള്ളവനും സമാധാനം ലഭിച്ചു.